യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ഈശോയിലേറ്റ സ്നേഹം നിറഞ്ഞ ഷെമ ഇസ്രായേലിൻ്റെ പ്രേക്ഷകരെ, ഈശോയുടെ മലയിലെ പ്രസംഗത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രമേയമാണ് നമ്മളിന്ന് ഈ വചനത്തിലൂടെ കേൾക്കുക. ഈശോ മലയിലെ പ്രസംഗത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അത് ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി അത് സ്വീകരിക്കണം. ഷെമ ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഇസ്രായേലെ കേൾക്കുക, വെറുതെ കേൾക്കാൻ മാത്രമല്ല, കേട്ട് മനസ്സിലാക്കി അത് ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായം 11-12 വചനങ്ങളിൽ ഈശോ ഇപ്രകാരം പഠിപ്പിക്കുന്നു: എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. ഈശോ പഠിപ്പിക്കുകയാണ്, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈശോയെ പ്രതി നമ്മൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഈശോയെ പ്രതി നമ്മൾ അവഹേളിക്കപ്പെടുമ്പോൾ, ഈശോയെ പ്രതി നമ്മൾ എല്ലാ തിന്മകളും നിങ്ങൾക്കെതിരായി വ്യാജമായി അവർ പറയുമ്പോൾ, അപ്പോൾ അതിനർത്ഥം യേശുവിനെതിരെ നമുക്ക് യേശുവിനെ പ്രതി നമ്മൾ സ്വീകരിക്കുമ്പോൾ ബാക്കിയെല്ലാം വ്യാജമായിരിക്കും. യേശുവിനെ പ്രതി ഞാൻ ചെയ്ത ഒരു കാര്യം, ആ കാര്യത്തിൽ ഞാൻ ഒരുപക്ഷെ അവഹേളനങ്ങളോ തെറ്റിദ്ധാരണകളോ ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പഠിപ്പിക്കുന്നതൊക്കെ വ്യാജമായിരിക്കും. പിന്നെ വ്യാജമേ പറയാൻ പറ്റുള്ളൂ, കാരണം ഈശോ സത്യമാണ്. അതുകൊണ്ട് സത്യം തന്നെയായ യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്, എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ പീഡനങ്ങളേൽക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും, ഒത്തിരിയേറെ ആളുകൾ യേശുവിനെ പ്രതി പീഡനങ്ങളേൽക്കുന്നുണ്ട്. യേശു നാമത്തെ പ്രതിയുള്ള പീഡനങ്ങൾ, യേശുവിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, ദൈവവചനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, സഭയെക്കുറിച്ചുള്ള ചില വിമർശനങ്ങൾ, അങ്ങനെ യേശുവിനെക്കുറിച്ചും ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ, ചില നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും നിരീശ്വരമായ ചിന്തകളുമൊക്കെ കൊണ്ടുവരുന്ന ചോദ്യാവലികൾ, അതുപോലെ തന്നെ യേശുവെന്ന നാമത്തെ പ്രതി ശാരീരികമായി സഹനങ്ങൾ ഏൽക്കേണ്ടി വരുന്നവർ, യേശുവെന്ന നാമത്തെ പ്രതി മാനസികമായ സഹനങ്ങൾ ഏൽക്കുന്നവർ, ചിലപ്പോഴൊക്കെ കുടുംബങ്ങളിൽ പോലും കാണാറുണ്ട്. ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ പോകുന്നു, ആ വ്യക്തി പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇഷ്ടമില്ലാത്ത ആ കുടുംബത്തിലെ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി മാത്രം പ്രാർത്ഥിക്കുന്ന ആൾ, ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കാത്തവർ. ഒരു കുടുംബത്തിൽ, ചില കുടുംബങ്ങളിൽ അതായത് ഒരു വ്യക്തി മാത്രം പ്രാർത്ഥിക്കുന്നില്ല, ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ഇനി ആ ഒരു വ്യക്തി ഈ 5 പേരെയും ബാക്കിയുള്ള 5 പേരെയും കുറ്റപ്പെടുത്തുകയും പഴി പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. എന്നെ പ്രതി നിങ്ങൾ പീഡനങ്ങൾ ഏൽക്കുകയും, പീഡനങ്ങൾ മാനസിക പീഡനവും ശാരീരിക പീഡനവുമാവാം, പീഡിപ്പിക്കപ്പെടുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരായി വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ, അവർ തിന്മ പറഞ്ഞോട്ടെ, അവർ തെറ്റ് പറഞ്ഞോട്ടെ, അവർ കുറ്റപ്പെടുത്തിക്കോട്ടെ, വ്യാജമായ ആരോപണങ്ങൾ നടത്തിക്കോട്ടെ, അപ്പോൾ നിങ്ങൾ
ഭാഗ്യവാന്മാർ, നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിനെ പ്രതി നമ്മൾ എന്തൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടോ, യേശു നാമത്തെ പ്രതി, പള്ളിയിൽ പോകുന്നതിനെ പ്രതി, പ്രാർത്ഥിക്കുന്നതിനെ പ്രതി, നമ്മൾ ആരാധനയിൽ സംബന്ധിക്കുന്നതിനെ പ്രതി, വചനം കേൾക്കുന്നതിനെ പ്രതി, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നതിനെ പ്രതി, നീ ഈ ഭൂമിയിൽ ഏറ്റെടുക്കുന്ന സഹനങ്ങളും ഒരുപക്ഷെ ദുരാരോപണങ്ങളും അതിനൊക്കെ നിനക്ക് പ്രതിഫലം ലഭിക്കുന്നത് ഈ ഭൂമിയിലായിരിക്കില്ല എന്ന് നീ ഹൃദയത്തിൽ എഴുതി വയ്ക്കുക. ഈ ഭൂമിയിൽ ലഭിക്കേണ്ട പ്രതിഫലത്തിന് വേണ്ടി അല്ലത്, പിന്നെയോ നിങ്ങളുടെ സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ഇനി ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 22 മുതലുള്ള വചനങ്ങളിൽ ഇതിനെക്കുറിച്ച്, അതായത് ഇതേ കാര്യം തന്നെ ഈശോ താഴ്വരയിലെ പ്രസംഗം എന്ന രീതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച്, അവിടെ സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിപ്രകാരം പറയുന്നത്, മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, കുറച്ചുകൂടെ വ്യക്തമായിട്ട് ലൂക്കാ സുവിശേഷം പറയുകയാണ്, ഈ ഈശോയെ പ്രതി, മനുഷ്യപുത്രൻ നിമിത്തം, യേശുവിനെ പ്രതി, യേശുനാമത്തെ പ്രതി, യേശുവിൻ്റെ വചനത്തെ പ്രതി, യേശുവിൻ്റെ സഭയെ പ്രതി മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും, ചിലപ്പോൾ ആ ഒരു കാര്യത്തെ പ്രതി നിങ്ങൾ സമൂഹത്തിൽ നിന്ന് തിരസ്കൃതയാവുകയോ ചെയ്യുമ്പോഴും അവഹേളിക്കുമ്പോൾ, ആ പേര് പറഞ്ഞ് അവഹേളിക്കുമ്പോൾ, ചില അവഹേളനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ചില അവഹേളനങ്ങൾ, നീയും ക്രിസ്ത്യാനിയാണോ, നീയും ഈശോയുടെ പിന്നാലെയാണോ എന്ന് ചോദിക്കുന്ന അവഹേളനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുമ്പോൾ, ചില പേര് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് പുച്ഛമാണ്, ചില പേര് കേൾക്കുമ്പോൾ തന്നെ അവഗണിക്കുന്ന ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടേണ്ട ഒരു വചനഭാഗമാണ് നിങ്ങൾ ഭാഗ്യവാന്മാർ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ജീവിക്കുന്നത് ഈ ഭൂമിയിലെ അവകാശത്തിന് വേണ്ടിയല്ല. ഈ ഭൂമിയിൽ ആരെത്ര കാലം ജീവിക്കും? ദൈവത്തിൽ വിശ്വസിക്കാത്തവനും ദൈവത്തിൽ വിശ്വസിക്കുന്നവനും, യേശു ക്രിസ്തുവിനെ അറിയുന്നവനും അറിയാത്തവനും, വിശുദ്ധരെ അറിയുന്നവരും അറിയാത്തവരും, സഭയെ അറിയുന്നവരും അറിയാത്തവരും ഈ ഭൂമിയിൽ എൻ്റെ പ്രിയപ്പെട്ടവർ എത്ര കാലം ജീവിക്കും? നമുക്കെല്ലാവർക്കും ഒരു മരണമുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നീ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ അത് നിനക്ക് സ്വന്തമാകാൻ പോകുന്ന സ്വർഗരാജ്യത്തെ പ്രതിയുള്ള ഭാഗ്യമാണ്. യേശുവിനെ പ്രതി നീ ഏറ്റെടുക്കുന്ന ഓരോ സഹനങ്ങൾക്കും നിനക്ക് സ്വർഗത്തിൽ നിനക്ക് പ്രതിഫലമുണ്ടാകും. കർത്താവ് പറയുകയാണ്, അങ്ങനെ അവഹേളിക്കപ്പെടുമ്പോഴും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കപ്പെടുമ്പോഴും നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെ കുതിച്ചു ചാടാനാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ഇത്തരത്തിലുള്ള പീഡനങ്ങളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള സഹനങ്ങളും, മാനസികമായ സഹനങ്ങൾ, ഈശോയെ പ്രതിയുള്ള സഹനങ്ങൾ, മാനസികമായ സഭയെ പ്രതിയുള്ള സഹനങ്ങൾ, ശാരീരികമായ പീഡനങ്ങൾ, ശാരീരികമായ ഈശോയെ പ്രതിയുള്ള സഹനങ്ങൾ, ഈശോയുടെ മണവാട്ടിയായ സഭയെക്കുറിച്ചുള്ള പ്രതിയുള്ള സഹനങ്ങൾ കടന്നു വരുമ്പോൾ ഒളിച്ചോടാൻ ശ്രമിക്കാതെ പകരം അതിനെ ഓർത്ത്, ആ സഹനങ്ങളെ ഓർത്ത് സന്തോഷിക്കാൻ പറ്റുന്ന, ആ സഹനങ്ങളെ ഓർത്ത് നമ്മൾ ഏറ്റെടുക്കുന്ന സഹനങ്ങളെ ഓർത്ത്, നാണക്കേടിനെ ഓർത്ത് സന്തോഷത്തോടെ ഇങ്ങനെ ലൂക്കാ സുവിശേഷകൻ പറയുന്ന പോലെ കുതിച്ചു ചാടാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ആഹ്ലാദിച്ച് ആനന്ദിക്കുക, വിപരീതയുടെ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. ഒരു ക്രിസ്ത്യാനിയും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും ഈ ഭൂമിയിലെ പ്രതിഫലത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരോ, ഈ ഭൂമിയിലെ പ്രതിഫലത്തിന് വേണ്ടി ജീവിക്കുന്നവരോ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരോ അല്ല. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. പിന്നെയോ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന വലിയ പ്രതിഫലം, നമുക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം സ്വർഗത്തിലുള്ള നിക്ഷേപമാണ്. ആ സ്വർഗത്തിലുള്ള നിക്ഷേപത്തിന് വേണ്ടി നമ്മളിതൊക്കെ കരുതി കൂടുന്നത്, സമ്പാദിക്കുന്നത്, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അപ്പോൾ ഈശോ പറഞ്ഞൊരു വചനത്തിൽ അർത്ഥമുണ്ടാകും. വീണ്ടും മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ ഈശോ പറയുന്നു, നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിലുള്ള പ്രവാചകന്മാരെയും ഇങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട്. ആരാണ് പ്രവാചകൻ? പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും ദൈവത്തിന് വേണ്ടി നിലപാടുകൾ എടുക്കുന്ന വ്യക്തിയാണ്. പ്രാർത്ഥനാപൂർവം ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് ദൈവത്തെ ധ്യാനിച്ച് ദൈവവുമായിട്ട് ആലോചന ചെയ്ത് ദൈവം പറയുന്ന കാര്യങ്ങൾ അതനുസരിച്ച് ദൈവജനത്തെ വഴി നയിക്കുന്ന വ്യക്തിയാണ് പ്രവാചകൻ. എല്ലാ പ്രവാചകന്മാർക്കും കർത്താവ് പറയുകയാണ്, ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്.
അവരൊക്കെ അവഹേളിക്കപ്പെട്ടിട്ടുണ്ട്, അവരൊക്കെ തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ വിശുദ്ധരുടെയും ജീവിതചരിത്രം എടുത്തു നോക്കുക. വിശുദ്ധരെന്ന് സഭ പ്രഖ്യാപിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവചരിത്രം എടുത്ത് വായിക്കുക. അവരുടെ ജീവിതത്തിൽ ശാരീരികവും മാനസികവുമായ പീഡകളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടവരുണ്ട്. രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നതിനേക്കാളും കൂടുതലായിട്ട് ആ രോഗങ്ങളെക്കാൾ കൂടുതൽ വേദന, മാനസികമായ സംഘർഷത്തിലൂടെ ഒരു രോഗത്തെ പ്രതി മാനസികമായ പീഡകൾ അനുഭവിക്കേണ്ടി വന്ന അനേക വിശുദ്ധർ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സഭയിലുണ്ട്, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സഹനങ്ങളൊക്കെ അവരെ എന്താക്കി മാറ്റി? സ്വർഗത്തിലെ നിക്ഷേപമുള്ളവരാക്കി മാറ്റി. ആ സഹനങ്ങൾ, ഈശോയെ പ്രതിയുള്ള സഹനങ്ങൾ. ഇനി രോഗങ്ങൾ വരുന്നവർ പോലും, ശാരീരികമായ രോഗങ്ങൾ പോലും, അത് വൈദ്യന് ഭേദമാക്കാൻ പറ്റാത്ത രോഗങ്ങൾ, വൈദ്യശാസ്ത്രം വിചാരിച്ചിട്ട് നിയന്ത്രിച്ച് നിർത്താൻ പറ്റാത്ത രോഗങ്ങൾ, ആ രോഗങ്ങളുടെ വേദനകൾ വരുമ്പോൾ അതും ഈശോയെ പ്രതി സ്വീകരിക്കുന്ന അനേക വിശുദ്ധർ, അവരുടെയൊക്കെ മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. ക്രിസ്തുവിനെ പ്രതിയുള്ള സഹനം ഏറ്റെടുക്കലാണതും. ഈശോയെ പ്രതിയാണ് സഹനം ഏറ്റെടുക്കുന്നത്. അങ്ങനെ അവർ പറയുന്നത്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ചിലരൊക്കെ ചില സഹനങ്ങൾ, രോഗാവസ്ഥകൾ, ഒരിക്കലും മാറാത്ത രോഗങ്ങളുമായിട്ട് കടന്നു വന്ന് അച്ഛാ മാറാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, പിന്നെയോ ഈ സഹനം ഈ സന്തോഷത്തോടെ സ്വീകരിക്കാൻ, ഒരിക്കലും ദൈവത്തെ പഴിക്കാതെ സ്വീകരിക്കാൻ, ഒരിക്കലും മറ്റുള്ളവരോട് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ, എന്നെ പരിചരിക്കുന്നവരെ സന്തോഷത്തോടെ കാണുവാൻ, കർത്താവെ അതിനുള്ള കൃപ കർത്താവിനോട് എനിക്ക് പ്രാർത്ഥിച്ച് നൽകണമേ എന്നാണ് പലരും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഞാൻ രോഗിയായി പോയല്ലോ, അതുകൊണ്ട് മറ്റുള്ളവരാരും സന്തോഷം അനുഭവിക്കരുത്, എൻ്റെ രോഗാവസ്ഥ എല്ലാവരും മനസ്സിലാക്കണം, എന്നെ എല്ലാവരും മനസ്സിലാക്കണം, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം എന്നൊക്കെ ചിന്തിച്ച്, അതുപോലെ തന്നെ ഞാൻ രോഗിയായി പോയി, അതുകൊണ്ട് മറ്റുള്ളവർ സന്തോഷം അനുഭവിക്കുകയാണ്, അതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ മനസ്സുകൊണ്ടെങ്കിലും വിചാരിക്കുന്ന അനേകം ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള വ്യക്തി യേശുവിന് വേണ്ടിയല്ല സഹിക്കുന്നത്. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ രോഗാവസ്ഥയിൽ കിടക്കുന്നവരുണ്ടെങ്കിൽ ഈശോയെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കുക. എന്നെ പ്രതി പീഡനങ്ങൾ ഏൽക്കുന്നവർ ഭാഗ്യവാൻ എന്നാണ് കർത്താവ് പറയുന്നത്. നിനക്ക് ലഭിച്ചിരിക്കുന്ന സഹനം അത് ഈശോയുടെ കുരിശിൻ്റെ ഭാഗമാണെന്ന്, നിനക്ക് ലഭിച്ചിരിക്കുന്ന വേദന അത് യേശുവിൻ്റെ ശരീരത്തിലെ മുറിവുകളുടെ ഭാഗമാണെന്ന്, നിനക്ക് ലഭിച്ചിരിക്കുന്ന കണ്ണുനീര് അത് യേശുവിൻ്റെ തലയിൽ ആഴ്ന്നിറങ്ങിയ ആ മുള്ളുകളുടെ വേദനയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് യേശുവിന് വേണ്ടി ഏറ്റെടുക്കുവാൻ, യേശുവിൻ്റെ സഹനത്തെ കുറയ്ക്കുവാൻ വേണ്ടി വിശുദ്ധരൊക്കെ പഠിപ്പിക്കുന്നത് പോലെ എൻ്റെ സഹനം വഴിയായിട്ട് യേശുവിൻ്റെ സഹനത്തിൽ കുറവുകളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധരുള്ള സഭയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അങ്ങനെയുള്ള സഹനങ്ങൾ പോലും യേശുവിനെ പ്രതി ഏറ്റെടുക്കുമ്പോൾ നീ ഭാഗ്യവാനായി മാറും, നീ ഭാഗ്യവതിയായി മാറും. എപ്പോൾ? നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, നിന്നെ സ്വർഗം മാനിക്കും, നിനക്ക് സ്വർഗത്തിലൊരിടമുണ്ടാകും. അതുകൊണ്ട് കടന്നു വരുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം. പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യർക്കും സഹനങ്ങളുണ്ട്, എല്ലാ മനുഷ്യർക്കും സഹനങ്ങളുണ്ട്. വിജാതീയനോ സ്വജാതീയനോ ആയിക്കോട്ടെ, വിശുദ്ധനോ വിശുദ്ധിയില്ലാത്തവനോ ആയിക്കോട്ടെ, പണ്ഡിതനോ പാമരനോ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡോക്ടറോ വൈദ്യനോ സാധാരണ മനുഷ്യനോ ആയിക്കോട്ടെ, നീ ഏത് ജീവിത അന്തസ്സിലൂടെ പ്രവേശിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, നീ നിരീശ്വരവാദിയോ ഈശ്വരവിശ്വാസിയോ ആയിക്കോട്ടെ, നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ചില വേദനകളും സഹനങ്ങളും സങ്കടങ്ങളും ഒക്കെ കടന്നു വരും. ദൈവവിശ്വാസിക്കുള്ള ഏറ്റവും വലിയൊരു നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ ദൈവത്തെ പ്രതി അവയെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കും. സന്തോഷത്തോടെ സ്വീകരിക്കാൻ അവന് സാധിക്കും. ദൈവം അനുവദിച്ചിരിക്കുന്ന സഹനങ്ങളാണെന്ന് തിരിച്ചറിവോടെ സ്വീകരിക്കാൻ സാധിക്കും. അതിനേക്കാൾ ഉപരി ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലിയ ഉദാഹരണവും ഏറ്റവും വലിയ മാതൃകയും അവൻ്റെ ഗുരുവും നാഥനും ദൈവവുമായ ഈശോ സഹനങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. ഒരു ജീവിതത്തിൻ്റെ എല്ലാ സഹനങ്ങളിലൂടെയും കടന്നുപോയതാണ്. ഒരു പലായനത്തിലൂടെ, ഒരു അവഗണനയിലൂടെ, ഒരു കുറ്റപ്പെടുത്തലിലൂടെ, ഒരു പീഡാസഹനത്തിലൂടെ, ശരീരത്തിൻ്റെ മുറിവുകളിലൂടെ, മനസ്സിനേറ്റ മുറിവുകളിലൂടെ ഒക്കെ കടന്നുപോയ വ്യക്തിയാണ്. ഒത്തിരിയേറെ സഹനങ്ങളും വേദനകളും ദൈവത്തെ പ്രതി ഏറ്റെടുക്കേണ്ടി വന്ന സ്വന്തം പിതാവിന് വേണ്ടി, പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ശരീരത്തിലെ സഹനം ഏറ്റെടുത്ത ഈശോയാണ് നമ്മുടെ ഏറ്റവും വലിയ മാതൃക. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സഹനങ്ങൾ, അവൻ്റെ പീഡകൾ, അവൻ്റെ മാനസിക ക്ലേശങ്ങൾ ഒന്നും, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊന്നും ഒരു വേസ്റ്റല്ല, അതൊക്കെ രക്ഷാകരമാണ്. ഇനിയും മറ്റൊരു അർത്ഥത്തിൽ ഇതെടുക്കാം. നമുക്ക് വരുന്ന സഹനങ്ങൾ നമ്മൾ സന്തോഷത്തോടെ ഏറ്റെടുക്കാം. ചിലരൊക്കെ പറയുന്നുണ്ട്, അച്ഛാ ഈ സഹനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സഹനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മനഃപൂർവ്വം പിടിച്ചു മേടിച്ചെടുക്കുന്നതല്ല.
ഒരുപക്ഷെ ഒരു നേർച്ച നടന്നിട്ടുണ്ടാവാം, ചില സഹനങ്ങൾ ഏറ്റെടുക്കാം, ഉപവസിച്ച് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നേർച്ച ഏറ്റെടുത്തിട്ടുണ്ടാവാം, ചിലപ്പോൾ മുട്ട നീന്തിയേക്കാം. ഇങ്ങനെയുള്ള നേർച്ചകളൊക്കെ ഏറ്റെടുക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവം നമുക്ക് സൗജന്യമായിട്ട് അനുവദിച്ച് തരുന്ന സാഹചര്യങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന സഹനമാണ് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ സഹനം. അതാണ് നമ്മൾ ഗെത്സമൻ തോട്ടത്തിൽ കാണുന്നത്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീങ്ങിപ്പോകാത്ത പാനപാത്രത്തിന് നേരെ നോക്കിക്കൊണ്ട് ദൈവമേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്ന ആ ഒരു സഹനം, അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം ആഗ്രഹിക്കുന്ന സഹനം. ഇന്ന് പലപ്പോഴും പലരും കാര്യങ്ങൾ കാണാൻ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ എന്തെങ്കിലുമൊക്കെ സഹനങ്ങൾ, ഉപവാസങ്ങൾ, പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കുന്നവരും ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയും ദുരിതങ്ങളിലൂടെയൊക്കെ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരും ചെയ്യുന്നവരുമാണ്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന സഹനം, ദൈവം നോക്കുന്നത് താൻ അനുവദിച്ചിരിക്കുന്ന സഹനം ഏത് മനസ്സോടെയാണ്, എത്രമാത്രം സന്തോഷത്തോടെയാണ്, എത്രമാത്രം സന്തോഷകരമായ മനോഭാവത്തോടെയാണ് സ്വീകരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, അതാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങൾ, എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സങ്കടങ്ങൾ, എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന രോഗങ്ങൾ പോലും അത് വൈദ്യശാസ്ത്രത്തിന് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ മാറ്റിക്കോട്ടെ, പ്രാർത്ഥന കൊണ്ട് മാറാൻ പറ്റുന്നതാണ് മാറിക്കോട്ടെ. മാറുന്നില്ല എങ്കിൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ കർത്താവെ, അങ്ങയെ പ്രതി, ഈശോയെ അങ്ങയുടെ നാമത്തെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രത്യേകമായി എനിക്ക് വേണ്ടി കൃപയൊരുക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവർ, പലപ്പോഴും പലരും പറയാറുണ്ട്, അച്ഛാ സഹനങ്ങൾ വരുമ്പോൾ കർത്താവിൻ്റെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ദുഃഖങ്ങൾ മാറിപ്പോകുന്നു. എങ്ങനെയാണ് മാറിപ്പോകുന്നത്? കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കാം. ഈശോ ഏറ്റെടുത്ത സഹനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ജീവിതത്തിലെ കൃപകൾ സ്വീകരിക്കുവാൻ, സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. സർവശക്തനായ ദൈവം അതിനുള്ള കൃപയും അനുഗ്രഹവും നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ആമേൻ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ നാമം മഹത്തായ നാമമാണ്. ഈശോയെ, അങ്ങയെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്, അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തു. അങ്ങയുടെ നാമത്തിൻ്റെ കൃപയിൽ ജീവിക്കുവാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകി. ഞങ്ങൾ ഓരോരുത്തരും അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയെ, ചിലപ്പോഴെങ്കിലും അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഉണ്ടായപ്പോൾ മനസ്സുകൊണ്ടെങ്കിലും അങ്ങയുടെ നാമത്തെ ഉപേക്ഷിക്കുവാൻ, മനസ്സുകൊണ്ടെങ്കിലും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ ഞങ്ങൾ സംസാരിച്ചിട്ടോ പെരുമാറിയിട്ടോ ഒക്കെ ഉണ്ടാവാം. ഈശോയെ, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു, എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ പീഡിപ്പിക്കപ്പെടുകയോ അവഹേളിക്കപ്പെടുകയോ എല്ലാ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ. ഇതാണ് കർത്താവെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞ വാക്ക്. എന്നാൽ നിൻ്റെ നാമത്തെ പ്രതി നീ പഠിപ്പിച്ച സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കുന്ന അവഹേളനകൾ, വേദനകൾ, ഇതൊക്കെ വരുമ്പോൾ ഞങ്ങൾ നിന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മനസ്സുകൊണ്ടെങ്കിലും ഞങ്ങൾ നിന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട്. വാക്കുകൾ കൊണ്ട് ഞങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും നിനക്ക് സാക്ഷ്യം നൽകേണ്ടതിന് പകരം ഞങ്ങൾ എതിർ സാക്ഷ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട്, ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് ഞങ്ങൾ മറ്റുള്ളവർക്ക് ഉതപ്പ് നൽകിയിട്ടുണ്ട്. ഈശോയെ, അതെല്ലാം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനം കേട്ടവരാണ്. നമുക്ക് ഇപ്പോൾ കർത്താവിന് മുമ്പിൽ കൂപ്പ് കൈയോടെ നിൽക്കാം. എന്നിട്ട് കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണ കാണിക്കണമേ. ഈശോയെ, നീയാണ് ഞങ്ങൾക്ക് ജീവൻ നൽകിയത്. ഞങ്ങൾ ആരുമല്ല, ഞങ്ങൾ ഈ ഭൂമിയിലേക്ക് വരാനിരുന്നവരല്ല, ഞങ്ങളുടെ ആരുടെയും സെലക്ഷൻ അല്ല ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾ ആരും തിരഞ്ഞെടുത്തതല്ല ഈ ഭൂമിയിൽ ഞങ്ങൾ വന്നത്. ഞങ്ങൾ ആരും വിചാരിക്കുന്ന സമയത്തല്ല ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്നും അങ്ങയുടെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. ഈശോയെ, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇതിനിടയിൽ അങ്ങ് നൽകിയ നാമവും അങ്ങ് നൽകിയ വചനവും ഒക്കെ അറിയാമായിട്ടും, അങ്ങാണ് ദൈവമെന്നറിയാമായിട്ടും ഞങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ഞങ്ങൾ അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, ഞങ്ങളോട് ക്ഷമിക്കണമേ
കഴുകണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ പിശാചുകൾ പുറത്താകും, അങ്ങയുടെ നാമത്തിൽ രോഗങ്ങൾ സുഖപ്പെടും, അങ്ങയുടെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയും, അങ്ങയുടെ നാമത്തിൽ സകല ശത്രുവിൻ്റെ ശക്തികളും പിന്മാറും. ഇതെല്ലാം ഞങ്ങൾക്കറിയാം. എങ്കിലും ഞങ്ങൾ എവിടെയെങ്കിലും അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകുന്നതിന് പകരം അങ്ങയുടെ നാമത്തിന് ഇകഴ്ച നൽകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഈശോയെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഇപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി ജീവിക്കേണ്ടതിന് പകരം അങ്ങയുടെ നാമത്തിന് എതിർ സാക്ഷ്യം നൽകുന്ന വിധത്തിൽ പാപങ്ങളോ പ്രവൃത്തികളോ വാക്കുകളോ ഉപേക്ഷയോ ഒക്കെ വഴി തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈശോ ഇപ്പോൾ ഈ മക്കളോട് ക്ഷമിക്കണമേ. അതെല്ലാം മനസ്സിലാക്കി എപ്പോഴും അങ്ങയുടെ നാമം ഉയർത്തി ജീവിക്കാൻ ഈ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിലൂടെ ലഭിക്കുന്ന ശക്തി സ്വന്തമാക്കുവാൻ ഈ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങൾ കഴിഞ്ഞു പോകട്ടെ. ഈശോയുടെ നാമത്തിന് ഇകഴ്ചയുണ്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെയോ വാക്കുകളിലൂടെയോ ചിന്തകളിലൂടെയോ ഒക്കെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും കഴിഞ്ഞു പോകട്ടെ. ഈശോയെ, ഞങ്ങൾ അങ്ങയെ തള്ളി പറഞ്ഞപ്പോൾ ഞങ്ങൾ തിന്മയുടെ സ്വാധീനത്തെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്തത്. കർത്താവേ, അതെല്ലാം മാറിപ്പോകട്ടെ, ഇപ്പോൾ മാറിപ്പോകട്ടെ. അങ്ങാകുന്ന പ്രകാശം ഞങ്ങളുടെ ഉള്ളിൽ വന്ന് നിറയട്ടെ. അങ്ങാകുന്ന വിടുതൽ നൽകുന്ന ശക്തി ഞങ്ങളുടെ ഉള്ളിൽ വന്ന് നിറയട്ടെ. ഈശോയെ, അതിനുള്ള അനുഗ്രഹം ഈ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. കെട്ടുവാനും അഴിക്കുവാനും വിശുദ്ധീകരിക്കുവാനും വിടുതൽ നൽകുവാനുള്ള അധികാരത്തോടെ ഇപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മനസ്സിലാക്കി വചനം മനസ്സിലാക്കി തീരുമാനമെടുക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. യേശു നാമത്തിൽ തന്നെ വിശുദ്ധീകരണം സംഭവിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രിയപ്പെട്ടവർ, ഒരു നിമിഷം ഇപ്പോൾ നിങ്ങൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കട്ടെ. ഏത് മേഖലയിലാണ് യേശുവിലൂടെ അനുഗ്രഹം വരേണ്ടത്? നമുക്കറിയാമല്ലോ, യേശുവിൻ്റെ നാമമാണ് ഈ ഭൂമിയിൽ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഏക നാമം. ആ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശു നാമത്തിലൂടെയുള്ള രക്ഷ ഇപ്പോൾ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കർത്താവിന് തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈശോ ക്ഷമിച്ചിട്ടുണ്ട്. ഈ നിമിഷം ഈശോയുടെ നാമത്തിൽ അനുഗ്രഹം സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ഈശോയെ, അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന മക്കൾ ഒരിക്കലും നിരാശരാവില്ലല്ലോ. ഈശോയെ, അങ്ങയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അനുഗ്രഹിക്കണമേ. തടസ്സങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ, കെട്ടുകൾ, മാനസാന്തരങ്ങൾ, ഇതെല്ലാം ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാ കെട്ടുകളും അഴിക്കണമേ, എല്ലാ ബന്ധനങ്ങളും അഴിക്കണമേ. അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഈ മക്കളുടെ ജീവിതത്തിലുള്ള എല്ലാ തകർച്ചകളും മാറിപ്പോകട്ടെ. വലിയ ശക്തിയും അഭിഷേകവും ഈ മക്കൾക്ക് ലഭിക്കട്ടെ. ഇവരുടെ കുടുംബങ്ങളിൽ അങ്ങയുടെ നാമത്തിൽ സമാധാനവും സന്തോഷവും കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഈശോയെ, ഇപ്പോൾ ഈ ദിവ്യകാരണത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയാൽ ഈ മക്കളുടെ കുടുംബങ്ങളിലേക്ക് അനുഗ്രഹം വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തെറ്റിദ്ധാരണകളും മാറിപ്പോകട്ടെ, അന്ധവിശ്വാസങ്ങൾ മാറിപ്പോകട്ടെ, അനാചാരങ്ങൾ മാറിപ്പോകട്ടെ, തെറ്റായ ബന്ധങ്ങൾ മാറിപ്പോകട്ടെ, തെറ്റായ ജീവിത രീതികൾ മാറിപ്പോകട്ടെ, മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോൾ ശിരസ് കുനിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരട്ടെ. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ